ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ അലക്സ് റാം മുഹമ്മദ്. കണ്ടത് മനോഹരം, കാണാനുള്ളത് അതിമനോഹരം. കഴിഞ്ഞുപോയ കാഴ്ചകളേക്കാൾ വരാനിരിക്കുന്ന നിമിഷങ്ങളാണ് ജീവിതത്തെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുന്നത്. അങ്ങനെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ചില കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി റൈഡിംഗ് റിപ്പോർട്ടറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിൽ ആദ്യം ഒരു അന്താരാഷ്ട്ര വിശേഷമാണ്. നമുക്കറിയാം മണലാരണ്യങ്ങളിലെ ചൂട്. UAE പൊതുവിൽ കനത്ത ചൂടാണ്, തിളച്ചു മറിയുകയാണ്, ചുട്ടുപൊള്ളുകയാണ്. പലയിടങ്ങളിലും 50 ഡിഗ്രിക്കൊക്കെ മുകളിലാണ് താപനില രേഖപ്പെടുത്തുന്നത്. എന്നാൽ വർഷത്തിൽ 365 ദിവസവും മഴ ആസ്വദിക്കാൻ പറ്റുന്നൊരിടം ഷാർജയിലുണ്ട്. ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ ആദ്യം പോകുന്നത് അവിടേക്കാണ്. മുഹമ്മദ് റഹീസ് ഷാർജയിൽ നിന്ന് നമ്മളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകും. UAE കനത്ത ചൂടാണ്. പ്രത്യേകിച്ച് ദുബായിലൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇട്ട ഡ്രസ്സ് ഒരു 3 മിനിറ്റിനുള്ളിൽ വിയർപ്പിൽ മുങ്ങുന്ന അവസ്ഥയാണ്. പലതരം റീലുകളൊക്കെ നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടാകും. അത്രയ്ക്ക് ചൂടാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഈ ചൂട് തുടരും. പക്ഷേ UAE വർഷത്തിൽ 365 ദിവസവും മഴ പെയ്യുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഷാർജ സവായ വാക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മഴയും ഇടിയും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഒരു ചെറിയ സർക്യൂട്ടിലാണ് സത്യത്തിൽ ഈ മഴ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിന് ചുറ്റും ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോഫി ഷോപ്പുകളാണ് ഇതിന് ചുറ്റുമുള്ളത്. അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങനെ കാപ്പി കുടിച്ച് മഴ കാണാനൊക്കെ പറ്റിയ ഒരു ഗംഭീര സംവിധാനം തന്നെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും ഉണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. പക്ഷെ വരുമ്പോൾ എന്തായാലും ഒരു കുട കൂടി കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കണം. കാരണം അല്ലെങ്കിൽ നനഞ്ഞ് തന്നെ വീട്ടിൽ പോകേണ്ടി വരും. മലയാളികളടക്കം നിരവധി പേരാണ് ഇത്തരത്തിൽ ഈ മഴ കാണാനും മഴ ആസ്വദിക്കാനും ഒപ്പം തന്നെ ഒന്ന് തണുപ്പിക്കാനും ഒക്കെ ഇവിടെ എത്തുന്നത്. പ്രത്യേകിച്ച് ഈ ചൂടിൽ അവധി ദിവസങ്ങളിൽ അങ്ങനെ വീട്ടിലിരിക്കാൻ പോലും കഴിയാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ തേടി ഇറങ്ങി കണ്ടുപിടിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു മലയാളി കുടുംബം ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. ചേട്ടാ, എന്താ പേര്? വിപിൻ. പേരെന്താ? വിനീത. സ്ഥലം എവിടുന്നാ നിങ്ങൾ വരുന്നത്? കൊല്ലം. ഇവിടെ അൽക്കാസ്. എങ്ങനെയുണ്ട് ഇവിടെ നിന്നിട്ട് ഈ ഒരു എക്സ്പീരിയൻസ്? സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ സമ്മറിൽ വെച്ചിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. പിള്ളേരൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ റീല് കണ്ടിട്ടാണോ എത്തിയത്? റീല് കണ്ടിട്ടാണ് എത്തിയത്. ആണോ? കുട്ടികളെയും കൊണ്ട് വന്ന് നല്ല ഹാപ്പിയായി. ആണല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ പൊതുവെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? നല്ല ചൂടാണ്. റൂമിൽ തന്നെ ഇരുന്നിട്ട് തന്നെ നല്ല ചൂടുണ്ട്. ഇവിടെ വന്നപ്പോൾ മനസ്സിനും നല്ലൊരു ഹാപ്പിയായി. മോളോ, എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? കൊള്ളാവോ? രസമുണ്ടോ? മഴ എങ്ങനെയുണ്ട്? അപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഈ മഴയൊക്കെ നനഞ്ഞപ്പോൾ? ആദ്യമായിട്ടാണോ വരുന്നത്? ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് വന്നിട്ട് എക്സ്പീരിയൻസ്? അടിപൊളി. നല്ല ചൂട്, 50 ഡിഗ്രി ചൂടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ലൊരു വൈബ്. നാട്ടിലെ മഴ മിസ് ചെയ്യുന്നുണ്ട്, നാട്ടിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ്, അടിപൊളിയാണ്. ആണല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? നല്ല ചൂടല്ലേ ഇപ്പോൾ? അതെ, ഇത്ര എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. റീല് കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. അതേ ആംബിയൻസ്. നാട്ടിലെ അതേ ആംബിയൻസിൽ നമുക്ക് മഴ കൊള്ളാൻ പറ്റുന്നുണ്ട്, ചൂടിനൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ഇവിടെ മഴ കൊണ്ടോ? നല്ല രസമുണ്ടോ? എങ്ങനെയുണ്ട് നാട്ടിൽ നല്ല മഴയാണ്, ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ എന്താണ് ഇങ്ങോട്ട് ഇറങ്ങാൻ ഇപ്പോൾ? ഇവിടെ എല്ലാവർക്കും അറിയാം, ഇവിടെ നല്ല ചൂടാണ്, കത്തുന്ന ചൂടാണ്. ആ സമയത്ത് ഒരു വീക്കെൻഡുകളിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തായാലും ഫാമിലിയായിട്ട് വരുന്നു, കുട്ടികളായിട്ട് സന്തോഷിക്കുന്നു. ഒരു നാട്ടിലെത്തിയൊരു പ്രതീതിയാണ്. നാട്ടിൽ നല്ല കനത്ത മഴയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വൈബ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഒരു വലിയ സന്തോഷമാണ്. ബ്രോ, പേരെന്താ? എങ്ങനെയുണ്ട് ഇവിടെ മഴയൊക്കെ കണ്ടോ?
ഇഷ്ടപ്പെട്ടോ മഴ? ആ എനിക്ക് ഇഷ്ടപ്പെട്ടു മഴ. വെള്ളം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മഴയും വെള്ളവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷമാണ് ഇവിടെ വരാൻ പറ്റിയ ഐഡിയൽ ടൈം. കാരണം ഈ ഒരു നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെ സന്ധ്യാനേരത്ത് മഴയൊക്കെ കണ്ട് ചായയൊക്കെ കുടിക്കുന്ന അതേ ഒരു ഫീല് ഈ സ്ഥലത്തിന് തരാൻ കഴിയും. പ്രത്യേകിച്ച് ഈ ചൂടിൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയാത്തൊരു സ്പോട്ട് കൂടിയാണിത്. അപ്പോൾ പറ്റുന്നവരൊക്കെ വരിക. ക്യാമറമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ദുബായ്. റൈഡിംഗ് റിപ്പോർട്ടറിന്റെ സ്ഥിരം പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫുഡ് എവിടെ, നിങ്ങൾ എന്താ ഒരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്താത്തതെന്നൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആവശ്യം ഞങ്ങളിതാ കേൾക്കുന്നു. റൈഡിംഗ് റിപ്പോർട്ടറിന്റെ അടുത്ത യാത്ര ഒരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തുന്നതിനാണ്. ഫ്ലൈറ്റ് ഷാർജയിൽ നിന്ന് നേരെ ചെന്നൈയിലേക്ക്. ചെന്നൈയിൽ ഗംഭീരമായ ഒരു ഫുഡ് സ്പോട്ടുണ്ട്. പ്രത്യേകിച്ച് മീൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്പോട്ടാണിത്. പട്ടണപ്പാക്കം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. റൈഡിംഗ് സീറ്റിൽ മനേഷ് മൂർത്തി. വണക്കം. റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ 2ാം വരവിൽ ചെന്നൈയിലെ ആദ്യ റൈഡാണ്. നമ്മൾ പോകുന്നത് പട്ടണപ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നല്ല മീൻ കഴിക്കാൻ അവിടെ ധാരാളം കടകളുണ്ട്. പട്ടണപ്പാക്കത്ത് മീൻ മാത്രമല്ല, മറ്റു പല വിശേഷങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ അറിയാം, മീനും കഴിക്കാം. അപ്പോൾ എവിടെ പോലാമാ? പട്ടണപ്പാക്കത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കാണാം, ഈ ഇടത് സൈഡിൽ മറീന ബീച്ചാണ്. ഈ മറീന ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ പട്ടണപ്പാക്കം എന്ന് പറയുന്നത്. ധാരാളം മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന, ചെന്നൈയിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു വലതു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഈ കുറേ ഫ്ലാറ്റുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. ആ ഫ്ലാറ്റുകൾ എന്ന് പറയുന്നത് സുനാമി അടിച്ച് മത്സ്യത്തൊഴിലാളികളുടെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടപ്പം അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതിന് വേണ്ടി മാറി മാറി വന്ന സർക്കാരുകളൊക്കെ ഉണ്ടാക്കി നൽകിയ ഒരു ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ്. റോഡിൻ്റെ ഇരുവശത്ത് നമുക്ക് കാണാം ധാരാളം മത്സ്യം വ്യാപാരികൾ വിൽക്കുന്ന ആളുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഈ പട്ടണപ്പാക്കത്തിൻ്റെ ഒരു മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ടത് നല്ല മീൻ പൊരിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ യാത്ര. യെസ്, അപ്പോൾ നമ്മളിതാ പട്ടണപ്പാക്കത്ത് എത്തിക്കഴിഞ്ഞു. ധാരാളം കടകൾ നമുക്കിവിടെ റോഡ് സൈഡിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഒരു കടയുണ്ട്. ഈ കടയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ മുകളിൽ ഈ പറഞ്ഞ രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അതായത് ഓരോ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിൽ ചെറിയ ചെറിയ കൂടാരങ്ങൾ പോലെ കെട്ടിവെച്ച്, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. മാത്രമല്ല അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ബീച്ചിൻ്റെ ഒരു നല്ല മനോഹരമായിട്ടുള്ള വ്യൂവും കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം. നല്ല തിരക്കാണ്. ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള തിരക്കാണ്. കാരണം വാഹനങ്ങൾ അത്രയധികം വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ മീനിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. இருபத்தி 25 வருஷம் முன்னாடி இருக்குது. 2-3 கடை இருந்திருக்கு. அதுக்கப்புறம் ஒன் பை ஒன்னாக வந்துட்டு ஃபுல்லாக இப்போது 24 கடை வந்துடுச்சு. டெய்லி நம்ம எதிர்பார்க்க முடியாது. சண்டே சாட்டர்டே இந்த ஃபெஸ்டிவல் டைமு. இலிப்பூச்சி ஸ்பெஷல் நம்மக்கிட்ட. மீன் குழம்பு நல்லாயிருக்கும். இலிப்பூச்சி ஸ்பெஷல். என் கடை நம்ம கடை எங்கே இருக்குது சொன்னீங்க பார்த்தீங்கன்னா பட்டினப்பாக்கம் சுந்தரி அக்கா கடை. நல்லா ஃபேமஸான கடை இது நம்ம ஏரியாவில். நல்ல டேஸ்ட்டும் நல்லாயிருக்கும். நம்மளுக்கு ரியாக்ஷன் நல்லா தேடி வராங்க. ஏன்னா யூடியூப்பில் பார்த்துட்டு கஸ்டமர் தேடி வராங்க. சுந்தரி அக்கா கடை தான் சொல்லிட்டு இந்த மீன் குழம்புலாம் சாப்பிட்டா, ரசம் சாப்பிட்டா, அதெல்லாம் சாப்பிடும்போது நல்ல ரியாக்ஷன் இருக்குது. அவங்க கஸ்டமர் மூலியமாக வந்து எங்களுக்கு கஸ்டமர் வராங்க. இப்போ 2 பேர் சாப்பிட்டு போகிறாங்கன்னா ஒரு 4 பேர் கூப்பிட்டு வராங்க நெக்ஸ்ட் டைம். அந்த மாதிரி தான் இருக்குது. അപ്പോൾ
നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മലയാളി ഫാമിലി കൂടി ഇവിടെ മീൻ കഴിക്കാൻ വന്നിട്ടുണ്ട്. ചോറും മീനും കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അവരുടെ അഭിപ്രായം എന്നൊന്ന് നമുക്ക് ചോദിക്കാം. നല്ലൊരു അറ്റ്മോസ്ഫിയറും ഒക്കെയാണ്, നല്ല ആംബിയൻസ് ആണ്, കുഴപ്പമില്ല, നല്ല ഫുഡാണ്, ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ എല്ലാം ഓർഡർ ചെയ്ത്. അപ്പോൾ നമുക്ക് ഹസ്ബൻഡ് കൃത്യമായിട്ട് ഇവിടെ വരാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിയോടെ തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഞങ്ങളിവിടെ റെഗുലറായിട്ട് വരുന്നതാണ്. എല്ലാ ഞായറാഴ്ച ശനിയാഴ്ച എപ്പോഴും ഇവിടെ വരുന്നതാണ്. നല്ല ഫുഡ്. ഇന്ന് കൂന്തൽ, ചെമ്മീൻ, ഞണ്ട്, ഫിഷ്, കടമ്പ, ഇത് നത്തിലി, ഇത് ചൂര. അപ്പോൾ ചെന്നൈയിലെത്തുമ്പോൾ പ്രത്യേകിച്ച് മീൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പട്ടണപ്പാക്കം എന്ന് പറയുന്ന ഈ സ്പോട്ട് മിസ് ചെയ്യാതിരിക്കാം. മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരേക്കും വണക്കം. ശ്രീകാന്ത് ഗൗരിശപ്പെട്ടതിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. ഇനി ഇത് കണ്ടിട്ടേ ചിലർ മുഖം ചുളിക്കുന്നുണ്ടാവും. ചെന്നൈയിലെ ഫുഡ് സ്പോട്ട് കണ്ടിട്ട് കേരളത്തിലിരിക്കുന്ന ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നാണ് അവരുടെ ഒരു വിചാരം. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, അടുത്ത ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ കൂടുതൽ ഫുഡ് സ്പോട്ടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. പറഞ്ഞു കാട് കയറാതെ കാട് കയറിയ ഒരു കഥ പറയാം ഇനി. വയനാട് പൂതാടിയിൽ വനം വകുപ്പിനൊപ്പം കാടോരം ചേർന്ന് ജീവിക്കുന്ന ചില മനുഷ്യരെ കാണാൻ പോയി. അവരെ കണ്ടു, അവരെ കേട്ടു. പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. കണ്ടതും കേട്ടതുമെല്ലാം കാളിദാസൻ ദേവദത്തം പറയും. അങ്ങനെ ഇരുന്നപ്പോഴേ കാട് കാണാൻ ഒരു മോഹം. അപ്പം നമ്മുടെ കുറച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് ഇവിടെ കുറച്ച് ഉന്നതികളിൽ പോയിട്ട് അവരുടെ പരാതിയൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു, കാട് കയറുന്നു എന്നൊക്കെ കേട്ടു. നമ്മൾ അവരുടെ കൂടെ ഒന്ന് പോയി വരാം. അവരെന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഒന്ന് പോയി നോക്കണമല്ലോ. അപ്പോൾ വനം വകുപ്പിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോവാം. അപ്പോൾ ഒന്ന് പോയി നോക്കുക. നമ്മുടെ ഈ നരസിപ്പുഴയുടെ അപ്പുറത്താണ് വനവകുപ്പ് ഉള്ളതെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഈ ഒരു പാലം കയറി പോകണം. ഈ മുളപ്പാലം അത്യാവശ്യം ഉറപ്പുണ്ടാവും തോന്നുന്നു. എന്തായാലും കയറിപ്പോം. ഒരുപാട് പേര് പോകുന്നതാണ്. അയിനിമല ഉന്നതിയിലേക്ക് ആൾക്കാരൊക്കെ പോകുന്നത് ഈ വഴിയാണ്. ഇതൊക്കെ നരസിപ്പുഴയൊക്കെ പെട്ടെന്ന് വെള്ളം കയറും, നല്ല ഈ ഹൈറ്റിലൊക്കെ വെള്ളം കയറും. എന്തായാലും നമുക്കൊന്ന് പോവാം. എന്തായാലും കഷ്ടം. അപ്പോൾ വനംവകുപ്പ് അപ്പുറത്തുണ്ട്. അവരുടെ പരാതിയൊക്കെ ഒന്ന് എന്താണ് അവരുടെ ആവശ്യങ്ങളെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് പോകുന്നത്. നമുക്കും അറിയത്തില്ല, നമുക്കൊന്ന് ചെന്ന് നോക്കാം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ആ കൂടെ കഷ്ടമാണെന്ന് തോന്നുന്നില്ലേ. എന്തായാലും പോയി നോക്കാം. കുറച്ച് പരിപാടി ഉണ്ടെന്ന് തോന്നുന്നില്ലേ ഞായറാഴ്ചയായിട്ട്? അതെ, ഞങ്ങളുടെ ഫീൽഡായിട്ട് വന്നതാണ്. പിന്നെ അവരെ പാലങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടേ, പാലത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്ന. അപ്പോൾ ഈ കാട് വന്നിട്ട് വന്യജീവികൾ ഉള്ള സ്ഥലമാണോ ഈ ഒരു ഭാഗത്ത്? ഞാൻ വന്നപ്പം ഒന്ന് നോക്കി ചുറ്റിനൊക്കെ. ജീവികൾ ഉള്ള സ്ഥലമാണ്, പക്ഷേ ഇങ്ങോട്ട് കയറാൻ നമുക്കൊരു മതിലുള്ള കൊണ്ട് അങ്ങനെ പെട്ടെന്ന് കയറില്ല മാത്രം. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഏത് റേഞ്ചിൽ പെടുന്ന ഒരു സ്ഥലമാണ്? നമുക്കിതിപ്പം ഈ ഒരു ഭാഗം, ഈ ഒരു മേഖല അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇത് ചെതലത്ത് റേഞ്ച് പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. പൂതാടി പഞ്ചായത്ത് വരും, പൂതാടി പഞ്ചായത്താണ് വരുന്നത്. അപ്പോൾ നമുക്കിനിപ്പം എല്ലാം അങ്ങോട്ട് പോവാം. ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ വനം വകുപ്പ് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പോയി. ഇവരുടെ പരാതിയൊക്കെ ഒന്ന് കേട്ടു. നമുക്ക് ഇവരോടൊന്ന് സംസാരിക്കാം. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ചേച്ചി, എന്താ ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ലീല. ലീല. ഞങ്ങൾക്ക് വഴിയും ആണ് വേണ്ടത്, പിന്നെ പാലം, പിന്നെ കുടിവെള്ളം. അതാണ് ഞങ്ങൾക്ക് വേണ്ടിയത്. വെള്ളം ഭയങ്കര പ്രശ്നമാണോ? വെള്ളം ഭയങ്കര പ്രശ്നമാണ്.
അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രിയൊക്കെയാ ആണോ? അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പുതിയ മുഖ്യമന്ത്രി ആയതുകൊണ്ടേ നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. നമുക്ക് കിട്ടണമല്ലോ. ആദിവാസികളെല്ലാം ഒന്ന് മുഖ്യമന്ത്രി വന്ന് കാണേണ്ടതല്ലേ? ഐനിമല ഉന്നതിയിലെ ഉന്നതി നിവാസികൾ കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ ഇത് ശരിക്കും ഒഴുകി വരുന്നത് ആ ഭാഗത്തു നിന്നാണ് ഒഴുകി വരുന്നത്. ഈ കുടിവെള്ളം വരുന്ന ഈ വഴിയിൽ എവിടെങ്കിലും ഇതിനൊരു ബ്ലോക്ക് വന്നാൽ എങ്ങനെ ഈ വഴി കൂടെ പോകുന്നുള്ളതൊന്ന് നോക്കണം. ഈ പായലിൻ്റെയൊക്കെ അവസ്ഥ നോക്ക്. ഇതിൻ്റെ അകത്താണ് വരുന്ന വെള്ളം. ഈ വെള്ളമാണ് അവിടെ നമ്മളിപ്പോൾ കണ്ട അവിടുത്തെ ആ ഒരു കുട്ടിയടക്കം. ആ കുട്ടിയുടെ എല്ല് ശോഷിച്ചിരിക്കുകയാണ്. ആ കുട്ടിക്ക് നടക്കാൻ വയ്യ. ചേച്ചി, ഈ കുടിവെള്ളം എങ്ങനെ കുടിക്കാൻ പറ്റും? നമുക്കിത് കാണുമ്പം തോന്നുന്നു, പക്ഷെ നിങ്ങൾക്ക് വേറെ വഴിയില്ലല്ലേ? ഇല്ല, ഇതേ ഉള്ളൂ. വെള്ളം കുടിച്ചിട്ട് എന്തെങ്കിലും അസുഖം ഇപ്പം അടുത്ത നാളുകളൊക്കെ വന്നിട്ടുണ്ടോ? സ്ഥിരമായിട്ട് അസുഖം വരാറുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. നമ്മൾ വനംവകുപ്പിൻ്റെ കൂടെ ഒരു വിസിറ്റിന് പോയതാണെങ്കിലും നമ്മളവിടെ ചെല്ലുമ്പോഴാണ് ഇത്തരത്തിലുള്ള കുറേ ജീവിതങ്ങൾ അവിടെ ഉള്ളതായിട്ട് അറിയുന്നത്. ഇവരൊന്നും വനഭൂമിയിലല്ല കേട്ടോ. പക്ഷേ വനംവകുപ്പിനാണ് അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ. അവരെയൊക്കെ ഒന്ന് പോയി നോക്കുന്നില്ല. പക്ഷേ പൂർണ്ണമായിട്ടും ഇതൊന്നും നിർമ്മിച്ചു കൊടുക്കേണ്ടത് വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്തമല്ല. എന്നിട്ടും വനംവകുപ്പ് അതിന് വേണ്ട നടപടി ചെയ്യാമെന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും അധികാരികൾ, സർക്കാരാണ് ഇതിനെ സംബന്ധിച്ച് വേണ്ട നടപടികൾക്ക് എടുക്കുന്നത്. ഒന്ന് കണ്ണ് തുറന്നേക്കണേ, അത്രയേ ഉള്ളൂ, അപേക്ഷയാണ്. അപ്പം ഇതേപോലെ ഇത്തരത്തിൽ കഥകളൊന്നും ഇല്ലാതിരിക്കട്ടെ ഇനിയും ഭാവിയിൽ. എന്തായാലും മറ്റൊരു കഥ വയനാട്ടിൽ നിന്നും മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തൻ പറയാനായി അടുത്ത ആഴ്ച വരും. കാണാം. ഇനിയൊരു മുച്ചക്ര സൈക്കിളിൻ്റെ വിശേഷമാണ്. വെറും മുച്ചക്ര സൈക്കിളല്ല, സോളാറിൽ പ്രവർത്തിക്കുന്ന മുച്ചക്ര സൈക്കിൾ. ഒറ്റ ചാർജിൽ 60 മുതൽ 72 കിലോമീറ്റർ വരെ ഈ സൈക്കിൾ ഓടും. മലപ്പുറം ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ CK സലീമാണ് ഈ സൈക്കിളിൻ്റെ നിർമ്മാണ ശില്പി. ഗോകുൽ K വേണുഗോപാലും നമ്മുടെ മലപ്പുറം സംഘവും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ശേഷം സ്ക്രീനിൽ. രണ്ടായിരത്തി 22-ലാണ് CK സലീം ഈ സൈക്കിൾ നിർമ്മിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ഈ സൈക്കിളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വിച്ച് ഇട്ടാൽ പായുന്ന ഒരു സൈക്കിൾ ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. മാത്രമല്ല മുച്ചക്ര സൈക്കിൾ ഓടിച്ചിട്ടില്ല. നമുക്കൊന്ന് അവിടെ വരെ പോയിട്ട് ഈ സൈക്കിളൊന്ന് ഓടിച്ചു നോക്കാം. ഇത് പൂർണ്ണമായും സോളാറിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ പകലാണെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടാവും. അപ്പോൾ ഫുൾ ചാർജിലാണെങ്കിൽ പകൽ 72 കിലോമീറ്റർ വരെ ഓടാം. പരമാവധി 35 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നിർത്തുക ചെയ്യുക. ഒരു സൈക്കിളല്ലേ, അത്ര ഓടിയിട്ടുണ്ട്. തിയറി പ്രകാരം, കാൽക്കുലേഷൻ പ്രകാരം ഇത് 60 കിലോമീറ്റർ രാത്രിയും 72 കിലോമീറ്റർ പകലും ഓടണം. ചിലവ് ഇതിന് ഏകദേശം 30,000 രൂപയോളം ചിലവായിട്ടുണ്ട്. അതിന് കാരണം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഞാൻ യൂസ് ചെയ്തത്. ലൂമിൻ്റെ സോളാറാണ്. ഈ സോളാർ പാനൽ ഒരെണ്ണത്തിന് അന്ന് ഏകദേശം 4,500 രൂപ ഉണ്ട്. ഇപ്പോൾ അതിലും കൂടും. പിന്നെ ബാറ്ററി സോളാറിൽ ചാർജ് ചെയ്തിട്ടാണ് ഓടുന്നത്. അപ്പോൾ ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ളത് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. ലെഡ് ആസിഡ് ബാറ്ററി സാധാരണ ബൈക്കുകളിലും ലോറികളിലൊക്കെ കാണുന്നത് പോലെ ലെഡ് ആസിഡ് ബാറ്ററി വെച്ചാൽ ചിലവ് വീണ്ടും കുറയും. പക്ഷെ എത്ര എഫിഷ്യൻ്റ് ആയിരിക്കില്ല. അപ്പോൾ പുതിയ തരം ബാറ്ററി, നല്ല സോളാറ്, മോണോപർക്ക് സോളാറാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് 30,000 രൂപ ഇതിന് ചിലവ് വന്നിട്ടുണ്ട്.
സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്നുള്ള തസ്തികയിൽ വർക്ക് ചെയ്യുകയാണ്. ടെക്നിക്കലാണ് നമ്മുടെ മേഖല. രണ്ടാം കോവിഡ് തരംഗകാലം ഉണ്ടല്ലോ, അപ്പോൾ ക്ലാസ്സിൽ പോകാൻ പറ്റാതെ, ജോലിക്കൊന്നും പോകാൻ പറ്റാതെ, പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത്, വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ആശയമാണ്. ഞാൻ പിന്നെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വലിയ രീതിയിൽ ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ബൈക്കിൻ്റെ ടയറൊക്കെ ഉപയോഗിച്ചിട്ട് സോളാറിൽ ഓടണം, അതായിരുന്നു ആദ്യത്തെ ഉദ്ദേശം. സോളാറിൽ ഓടണം. അപ്പോൾ ബൈക്കിൻ്റെ ടയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കി കഴിഞ്ഞാൽ സോളാറിൽ ഓടും, റോട്ടിലാണല്ലോ ഓടുക. അപ്പോൾ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ചപ്പോൾ നമുക്ക് അത്ര വലിയ വണ്ടി റോട്ടിലിറക്കാൻ നിയമ തടസ്സമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സൈക്കിൾ രൂപത്തിലായ കുഴപ്പമില്ല. ഇലക്ട്രിക് മോട്ടോറാണ് ഉപയോഗിക്കുക. 250 വാട്ടിൽ കൂടിയ മോട്ടോറോ 25 km/h കൂടിയ വേഗതയുള്ള വണ്ടിയോ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി രജിസ്റ്റർ ചെയ്ത് നിയമപരമായിട്ട് റൂട്ടിലിറക്കാൻ പറ്റുള്ളൂ. മൂന്ന് ചക്രമല്ലേ, വളരെ നിസ്സാരമായിരിക്കും ഓടിക്കാനെന്ന് കരുതിയാണ് ഇതിൻ്റെ മുകളിൽ കയറിയത്. ഇതിൻ്റെ മുകളിൽ കയറി ഒരു ഇൻട്രോ എടുത്തതിന് ശേഷം ഇതിൻ്റെ കഥയിലേക്ക് കടക്കാമെന്നൊക്കെ വിചാരിച്ച, പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇത് ഓടിക്കണമെങ്കിൽ ട്രൈസൈക്കിൾ ബാലൻസ് വേണം. നമ്മൾ ബൈക്കൊക്കെ ഓടിച്ച്, സൈക്കിൾ ഓടിച്ച് നല്ല ശീലമുണ്ട്, നേരത്തെ തന്നെ ഓടിക്കുന്നതാണ്. പക്ഷേ അത് ഓടിക്കുന്നുണ്ടായിട്ട് പോലും ഈ സൈക്കിൾ ഇത് ഓടിക്കാൻ വളരെ പ്രയാസമായിരുന്നു. ഒരു 10-15 മിനിറ്റ് പണിപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നത്. നോക്കാം, അനുഭവം പറയാം. ഇത് ബോഡി ബെൻഡാവുന്നുണ്ട്, കാരണം നമ്മൾ ബൈക്കിലിരിക്കുന്നത് പോലെ ഒരു തോന്നലാണ്. ഒരു പക്ഷേ കാല് കുത്താനൊക്കെ തോന്നും, അതൊക്കെ മാറ്റിയെടുത്തതാണ്. ഒരു 15 മിനിറ്റോളം നമ്മൾ പണിപ്പെട്ടു. നല്ല സുഖമുണ്ട് കേട്ടോ, ഓടിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഇതാ ഇത് വളഞ്ഞു പോകുന്നത് ഞാൻ ബൈക്കിലിരിക്കുന്നു എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ തകരാറുകൾ എന്ന് പറഞ്ഞാൽ വലിയ കയറ്റങ്ങൾ കയറില്ല. സാധാരണ ഒരു സൈക്കിൾ ചവിട്ടി കയറ്റുന്ന, ഗിയറില്ലാത്തൊരു സൈക്കിൾ ചവിട്ടി കയറ്റുന്ന ഒരു കയറ്റം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, ആ ഒരു കയറ്റമേ കയറുള്ളൂ. അതിലും കൂടിയ കയറ്റമുള്ള ഏത് കയറ്റവും കയറാവുന്ന വണ്ടി നമുക്ക് ഉണ്ടാക്കാം. അതിന് ഈ മോട്ടോർ മാറ്റിയിട്ട് 250 വാട്ടിലും കൂടിയ പവറുള്ള മോട്ടോർ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ നിയമ തടസ്സമുണ്ട്. എൻ്റെ അടുത്ത് പലരും ചോദിക്കും ഇതുപോലെ ഉണ്ടാക്കി തരുമോ. അപ്പോൾ നമ്മളൊരു കസ്റ്റമർക്ക് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അയാൾ തൃപ്തനായിരിക്കണമല്ലോ. അയാൾ വീട്ടിലേക്ക് ഒരു കയറ്റുണ്ടെങ്കിൽ അത് കയറണം. അത് കയറണമെങ്കിൽ നമ്മൾ മോട്ടോറിൻ്റെ പവർ കൂട്ടണം. പവർ കൂട്ടിയാൽ നിയമ തടസ്സം. അതുകൊണ്ട് മറ്റൊരാൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കുട്ടികൾക്ക് പ്രൊജക്റ്റ് ചെയ്യാനും അതിനും ഇതൊക്കെ ഇതിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് മാത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സമയവും പൂർത്തിയാവുന്നു. ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ കഥകൾ, പുതിയ വിശേഷങ്ങളൊക്കെയായി റൈഡിംഗ് റിപ്പോർട്ടറിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.